വരി പോയി നോക്കട്ടെ, എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. പട്ടികളെ പിടിച്ചിട്ട് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നത്. നമുക്ക് എന്താണെന്ന് ചോദിച്ചു നോക്കാം. പഞ്ചായത്തിൽ ആൾക്കാരുണ്ട്, നിസാമുണ്ട്, കുറച്ച് 5 ആൾക്കാരുണ്ട്. വരി ഒന്ന് പോയി നോക്കാം. എവിടെ പോട്ടോ. കിട്ടി കിടിലം. അതാണ് പിടുത്തം. ഇതിനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വിടും അല്ലേ? സാമ സജീവമായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാൻ നമ്മൾ നോക്കട്ടോ. കഴിഞ്ഞോ? ഇഞ്ചക്ഷൻ കഴിഞ്ഞല്ലേ? അതിൽ അടിച്ചിരിക്കുന്നുള്ള ഒരു അടയാളം. രണ്ടാമത് നമ്മൾ അതിനെ പിടിക്കൂല. കുറച്ച് വിട്ട് നിൽക്കാം. അതിങ്ങനെ പിരിച്ചു വെച്ചതാട്ടോ. പുള്ളിയതിനകത്തുണ്ട്. അതാ പോയി. നിങ്ങളുടെ പേരെന്താ? അൻസാദ് അലി. എവിടെ നിന്ന് വരുന്നത്? ഞാൻ മലപ്പുറം ജില്ലയിൽ മക്രപറമ്പാണ് സ്വദേശം. ഞാൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ. ഇവര് മാഡം ഇൻസ്പെക്ടർ മലപ്പുറത്ത് നിന്ന് വരുവാണ് അല്ലേ? നമ്മുടെ പഞ്ചായത്തിന്റെ റിക്വസ്റ്റ് കിട്ടിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് അല്ലല്ല, നമ്മൾ പഞ്ചായത്തിന്റെ വികസന പദ്ധതി 2024-25 വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. തെരുവുനായ മാസ് ഡോഗ് വാക്സിനേഷൻ പദ്ധതിയാണ് ഇത്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിലെ ഫുള്ള് തെരുവുനായകൾക്കും പേവിഷബാധക്കുള്ള കുത്തിവയ്പ്പാണ് നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ആനിമൽ റെസ്ക്യൂ ഫോഴ്സ് മലപ്പുറം, ഇതിന്റെ ടീമിനെ ആശാനെ പെടുത്താൻ കണ്ടേനു. 5 പേരുണ്ട് ഇവിടെ. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതില് എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് നായകൾക്ക് പേള കഴിക്കാൻ വേണ്ടിയിട്ടുള്ള റാബിസ് വാക്സിനേഷൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ പഞ്ചായത്തുകളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ 4 വർഷമായി ഈ ഫീൽഡില്. ഓരോരോ നിങ്ങളെ ഈ പഞ്ചായത്തിന്റെ ഓരോരോ ഇതില് വിളിച്ചു കഴിഞ്ഞാൽ അത് പോകും. അതെ, ഇപ്പൊ ഈ പഞ്ചായത്തിൽ ഫസ്റ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. മറ്റു പഞ്ചായത്തിൽ 3 വർഷം 2 തവണ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങളെല്ലാ പഞ്ചായത്തും ചെയ്യും. നിങ്ങൾ 5 പേര് നിങ്ങൾ പട്ടികളെ ഇതിലെ പിടിച്ചിട്ട് റെസ്ക്യൂ ഉണ്ട്? റെസ്ക്യൂ ഉണ്ട്. അതെങ്ങനെ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു അത് വെച്ചാല് വണ്ടി തട്ടിയത്, അതേപോലെ കിണറ്റ് ചാടിയ അങ്ങനെയൊക്കെ നമ്മള് കയറ്റും. അതേ പരിക്കേറ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവിടെ തന്നെ വിട്ടിട്ട് പോവുക ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ വണ്ടി തട്ടിയത് അങ്ങനത്തെ എല്ലാ ഇതുകളും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ സ്വയം ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത്, അതിനെ ശുശ്രൂഷിക്കുന്നത്. അതെ. ഓക്കെ.